ഹലോ ഗായ്സ്, ഞാൻ ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. ഡയറക്റ്റ് ബസ് മിസ്സായി, അതുകൊണ്ട് ഞാൻ കൊട്ടിയം ബസ് കയറി കൊട്ടിയത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കോളേജ് ജംഗ്ഷൻ എത്തി. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെ സിഗ്നൽ കാണിച്ച് 5 മിനിറ്റോളം പോസ്റ്റ് ആവേണ്ടി വന്നു. അങ്ങനെ ബാക്കിൽ കിടന്ന സ്കൂട്ടിക്കാരൻ ഫ്രണ്ടിലോട്ട് കയറി വന്നു. എന്തോ അർജൻറ്റ് ഡെലിവറി ആണ് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്തെ വ്യൂസും എല്ലാം കണ്ട് ഞാൻ ബാക്ക് സീറ്റ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല കുലുക്കമുണ്ട്. അപ്പോഴത്തേക്ക് ഒരു ബസ് അങ്ങ് പാസ്സായി. എസ് ടി ഇല്ലാത്ത ഞാൻ എസ് ടി എടുത്തുകൊണ്ട് പിന്നെ ഇയാളെ മുഖത്തോട്ട് നോക്കിയില്ല. പിന്നെ എവിടെ ഇറങ്ങണമെന്ന് വല്ലതും ചോദിച്ചാലോ എന്ന് വെച്ച് ഞാൻ പിന്നെ നോക്കിയതേ ഇല്ല. അവരെന്തോ വലിയ ചർച്ചയിലാണ്. അവരെ ചർച്ച അമ്മൂമ്മയും കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ. നല്ല ടയേർഡാണ്, വിശന്നിട്ടാണ് വയ്യ. എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി എന്നുള്ള ചിന്തയായി. സാധാരണ എല്ലാ വണ്ടീനെയും കടത്തിവിടാത്ത ലക്കി ബസ് ഇപ്പോൾ എല്ലാ വണ്ടീനെയും കടത്തിവിട്ട് ഒരു സൈഡിലോട്ട് ഒതുങ്ങി കിടക്കുന്നു ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല, ആളുമില്ല അതിൽ. പക്ഷെ എന്തോ പ്രശ്നമുണ്ടാ പറ്റി. പൊക്കോണ്ടിരിക്കവേ ഒരാൾ എന്തൊക്കെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ആ ഹോളിൽ കൂടെ എന്തൊക്കെ ഒളിഞ്ഞു നോക്കുന്നു. ഡ്രൈവർ ഒന്നും അറിയുന്നില്ല. പക്ഷേ അങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഞാനും എൻ്റെ കൂട്ടുകാരന്മാരും വന്ന് ജ്യൂസ് കുടിച്ച കടയാണ് നിങ്ങൾ കണ്ടത് ഗൈസ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ സ്മെല്ലെന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ സ്മെല്ലാണ്. അപ്പോൾ ഈ സ്ഥലം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളെൻ്റെ പുറകെ കാണുന്ന ബസ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബസ്. ആ ബസ് കറങ്ങി തിരിഞ്ഞ് വരുന്നത് കൊണ്ടാണ് ഈ ബസ്സിന് പുറകിലായിപ്പോയത്. എന്തായാലും കൊട്ടിയെത്തിയിട്ട് ആ ബസ്സിൽ വേണം കയറി പോകാൻ. അങ്ങനെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം കണ്ട് നേരെ കൊട്ടിയെത്തിയപ്പോൾ പോലീസുകാരെ പെണ്ണിൻ്റെ എന്തരൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മളെ കൊട്ടിയെത്തി നമ്മളെ വണ്ടി വളച്ചിടാൻ പോവാണ്. അപ്പോൾ ഗൈസ് ചെറിയൊരു ചാലഞ്ച് ഉണ്ട് നമുക്ക്. കൊല്ലത്ത് നിന്ന് തന്നെ കയറ്റാതെ പോയതുകൊണ്ട് ഞാൻ 10 രൂപയ്ക്കല്ല ഗൈസ് ടിക്കറ്റ് എടുക്കുന്നത്, 5 രൂപയ്ക്കാണ്. സാധാരണ എൻ്റെ ഈ കാർഡിന് എസ് ടി ഇല്ലാത്തതാണ്. നോർമലി കൊട്ടിയത്ത് നിന്ന് പരവൂർ വരെ പോകുന്നതിന് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമ്മളിന്ന് ഒരു ചാലഞ്ചിൻ്റെ ബേസിലാണ് ഗൈസ് ഇന്ന് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒന്നും നോക്കിയില്ല, 5 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുമെന്ന് പറഞ്ഞാൽ 5 രൂപയ്ക്ക് ടിക്കറ്റ് കൊടുത്ത് നമ്മൾ പോവുകയാണ്. ബാക്കി ബാലൻസ് 5 രൂപയാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ എൻ്റെ ഈവനിങ് യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ബാക്ക് സീറ്റിൽ തന്നെ. എന്നിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു ഇരുത്തയാണ് ഗൈസ്. അതുമല്ല ബസ്സിൽ നല്ല തിരക്ക് വരുന്നു. അങ്ങനെ പുറത്തുള്ള ഈ പണികളും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്നു. ഇവിടെ എത്തിയപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റടി ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ ഗൈസ്. അങ്ങനെ നമ്മളെ സ്റ്റോപ്പും കാര്യങ്ങളും എത്താറായി. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ. ക്യാമറ ഓൺ ആക്കിയപ്പോൾ ഈ അപ്പൂപ്പൻ്റെ മുതുകാണ് ഗൈസ് വന്നത്. ബസ് ഇറങ്ങിയത് നേരെ ഞാനൊരു ചായക്കടയിൽ കയറി 2 പരിപ്പോട ഇന്ന് 2 പരിപ്പോട ഇന്നപ്പോൾ 20 രൂപ ആയതേ ഉള്ളൂ. കൊട്ടിയത്തൊക്കെ ആണെങ്കിൽ ചായക്കും കടിക്കൊക്കെ 14 രൂപയാണ്. നമ്മൾ MLA മുക്കിൽ 10 രൂപയ്ക്ക് കടിയൊക്കെ കിട്ടും. ചായയുടെ വില എത്രയാണെന്ന് അറിയത്തില്ല, ചായ കുടിച്ചില്ല. അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ആ കാഴ്ച കണ്ടത്. അവിടെ ആൻറ്റി ഇരുന്ന് ഉണ്ണിയപ്പം വെക്കുന്നത്. അങ്ങനെ എനിക്ക് ലിഫ്റ്റ് കിട്ടി. ഞാൻ അങ്ങനെ ലിഫ്റ്റ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം കാണാം. ബൈ.